ചേച്ചി ഉറങ്ങിയോ? ഇല്ല, അച്ഛനും അമ്മയും ഉറങ്ങിയോ നോക്ക്. ഉറങ്ങി. ചേച്ചി അയാള് ശരിക്കും ചേച്ചി പറയാറുള്ള പോലത്തെ ആളാ. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നമുക്ക് അയാളുടെ അച്ഛനോർ കത്തെഴുതിയാലോ? അത് വേണ്ട. എന്താ? കത്ത് കിട്ടിട്ട് അയാളുടെ അച്ഛൻ നമ്മളെ അടിക്കാൻ വന്നാലോ? അയ്യോ, എന്നാ വേണ്ട. നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ചിട്ടൊക്കെ ശരിയാവാൻ സമയം കുറെ പിടിക്കും. അപ്പോഴേക്ക് ഇനി വേറെ വല്ല കല്യാണക്കാരും വരും. നമുക്ക് അയാളെ കട്ടോണ്ടെന്നാലോ? നമ്മളെടുത്ത് അയാൾ പൊങ്ങോ? പിള്ളേര് മര്യാദക്കാരൊന്നും ഉറങ്ങുന്നുണ്ടോ? പാതിരാത്രി ആയാലും ഒരെണ്ണത്തിന് ഉറക്കമില്ല. ഒച്ചയും ബഹളവും തന്നെ. ചേച്ചി ചേച്ചി ഉറങ്ങിക്കോ. ബാക്കി നമുക്ക് നാളെ നോക്കാം. പാല്. എല്ലാരും മുണ്ടൊക്കെ എടുത്ത് വലിയ സ്റ്റൈലിലാണല്ലോ. എന്താ എല്ലാരും ഇങ്ങനെ? പേരെന്താ? എന്തോ പേര്? വിനയൻ. നാടെവിടെയാ? എറണാകുളം. കല്യാണം കഴിഞ്ഞ? ഇല്ല. എന്താ, എന്നെ കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? വീട് വലിയ വീടാണോ? അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഒരു അനിയത്തി. കാറുണ്ടോ? നിങ്ങളെ കല്യാണം ആലോചിക്കാൻ എന്താ വഴി? ആർക്കാ? അതിന് ഒരു സൂത്രമുണ്ട്. എന്താന്ന് വെച്ചാലേ, കുട്ടിപ്പട്ടാളം കൂടെ വന്നില്ലേ? പേരെന്താ? പേരില്ലേ? അതെന്താന്നാ ചോദിച്ചേ? രാധയുടെ കാരണവന്മാര് രാവിലെ കല്യാണാലോചിച്ച് വീട്ടിൽ വന്നിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടികളാ കല്യാണാലോചിക്ക? അങ്ങനെയാണെങ്കിൽ പിന്നെ രാധ മാത്രമായിട്ട് എന്തിനാ പോരായിരുന്നത്? അവര് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും അറിയണേ ചോദിക്കാ, പറയാം. നല്ല പെൺകുട്ടി. കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുപോലൊരു പെണ്ണെ കഴിയും. പരിഷ്കാരത്തിന്റെ ചായം പൊള്ളാത്തും. അല്ല എങ്കിൽ പിന്നെ ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ? അല്ല, ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴി മുടക്കിയിരിക്കുന്നേ? പട്ടിയും പൂച്ചൊന്നകത്തേക്ക് കയറാതിരിക്കാനാ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ. സഹായം ചോദിക്കൽ പകലായാ പോരെ? വളരെ അർജന്റാണ് ചേട്ടാ. വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം. എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അമ്മ മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട്
രാജിച്ചെന്നാര് സത്യം ചെയ്ത് പറഞ്ഞതാ രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി? എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഓടിയാത് വാതിലടച്ചിട്ട് പോവും. പൊക്കോളൂ. രാജിച്ചൻ അമ്മാവനോട് ചേട്ടൻ ഒന്ന് പറയണം. സംസാരിക്കാം. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ നമുക്ക് പ്രശ്നം. നാളെ കാലത്ത് സംസാരിക്കാം. പൊക്കോളൂ. തള്ളല്ലേ വെക്കോളാം. ടോർച്ച് ടോർച്ച് ടോർച്ച്. ചേട്ടൻ അതെ, ഷോക്കാണോ? ദാ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവം മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും. വയസ്സ് കാലത്തൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിക്കൂടൊന്നും ആയി. പാല്. നിങ്ങൾ തനിച്ചുള്ള അതെ. ചേച്ചി എന്തി? ചേച്ചി വീട്ടിലുണ്ട്. എന്താ വരാത്ത? ചേച്ചിക്ക് നാണം. നാണോ? എന്തിനാ? എന്തിനാന്നും ഞങ്ങൾക്ക് അറിയില്ല. എന്നാലേ ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറയോ? പറഞ്ഞാലും ചേച്ചി വരില്ല. അതെന്താ? നാണം. ഞാനേ ഒരു എഴുത്തെഴുതി തന്നാലേ അത് ചേച്ചിക്ക് കൊടുക്കൂ. കൊടുക്കാം. പോരാ. ഇയാൾക്ക് ചേച്ചിയെ കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടൂടെ? ചെലപ്പോ ഇയാൾക്ക് ഞാനാവും. അത് ശരിയാ. ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ആ. പൊക്കോ. പ്രിയപ്പെട്ട രാധേ. പ്രിയപ്പെട്ട രാധേന്ന് വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം, വരുമോ എന്ന് ഞാൻ. അല്ലേ നീ പാല് കൊണ്ടുപോകാൻ കാത്തു നിൽക്കായിരുന്നോ? മോളിത്തിരി വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട അമ്മേ, അതിൽ വെള്ളം ഒഴിക്കണ്ട. എടീ നീ ആള് കൊള്ളാമല്ലോ. ശരി, വേണ്ടെങ്കി വേണ്ട, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ മോള് പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു. 10 ഗുണം 10 ഗുണമെന്നല്ലേ നിന്റെ അല്ലേ മോള്? ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരെങ്കിലും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആണുങ്ങളെയാ വീഴ്ത്തിയത്? ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തില്ലേ? പതുക്കെ പറ, പിള്ളേര് കേക്കും. മിണ്ടല്ലേ, ഇതെന്റെ അനിയനാ, ഇന്നലെ വന്നതാ. രാധ ഇപ്പൊ പൊയ്ക്കോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പുഴക്കരി വരാം. അവിടെ വെച്ച് കാണാം. വരുമോ? വരാ വരാ. ചേട്ടാ, എനിക്ക് നീന്തി കുളിക്കണം. എവിടെ പുഴ? പുഴയോ? നീ പുഴയിലൊന്നും കുളിക്കണ്ട. പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാ വല്ല ജലദോഷം മറ്റോ വരും. അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ? ദേ കിണറുണ്ട്, തൊട്ടിയിരിപ്പുണ്ട്, വേണമെങ്കിൽ കോരി കുളിച്ചു. അതും എനിക്ക് പരിചയമില്ലാത്ത വെള്ളമല്ലേ? പറയുന്ന കേക്ക് ബാബു, ഞാൻ ഒന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം. ചേട്ടാ, ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ രസം. ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. നിന്റെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും അല്ല, ഭയങ്കര ഒഴുക്കാ. പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ. എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. ബാബു പറയുന്ന കേക്ക്, വാതിലൊക്കെ തുറന്നു കിടക്കാ. രണ്ടാളും കൂടെ ഒന്നിച്ച് പുറത്തു പോയാ ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടില്ല. എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. വാതിലേക്ക് ഇപ്പൊ അടയ്ക്കാം. വേണ്ട, നീ വരണ്ട. നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ. ഇവിടെ പോയി മുൻവശത്തിരിക്കാൻ. ശരി. എത്ര നേരം ഞാൻ കാത്തു നിൽക്കുകയാണെന്നറിയോ? അതിന് അവിടെ നിന്നൊന്ന് ഊരി കിട്ടിയിട്ട് വേണ്ടേ? കുളിക്കാൻ അനിയനും കൂടെ ഉണ്ടെന്നോണ്ട് ഭയങ്കര ബഹളം. എന്നിട്ട് എങ്ങനെ ഒഴിവാക്കി? അതൊക്കെ വളരെ വിദഗ്ധമായി ഞാൻ കൈകാര്യം ചെയ്തില്ലേ. അനി എന്തിനാ വന്ന്? എന്തിനാന്നറിയില്ല, അവനൊരു ടൈപ്പാ. വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാവും. ഇന്ന് തന്നെ പറഞ്ഞയച്ചേക്കാം. പിന്നെ എണ്ണ തേച്ചില്ലേ? ഇല്ല. എന്താ, പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എണ്ണയുടെ സുഗന്ധം വേണ്ടേ?
ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ തലയിൽ എണ്ണ തേക്കാറുള്ളൂ. അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവോ? ഞങ്ങളുടെ ചേച്ചി അവിടെ. ചേച്ചിയോ? ആ, ഏത് ചേച്ചി? രാധ ചേച്ചി. ഓഹോ. ആ രാധ ചേച്ചിയോട് വന്നിരുന്നു, വന്നിട്ട് പോയി. എവിടെ പോയി? കാക്ക കൊത്തിക്കൊണ്ട് പോയി. നിങ്ങളാരാ? ബാബു. ഈ വണ്ടി നിങ്ങളുടെയാണോ? അതെ. എന്നെ കയറ്റിയിരുത്ത് ഒന്ന് ഓടിക്കോ. എല്ലാവരെയും എത്തി ഓടിക്കാം. പക്ഷെ എനിക്ക് ഒരു ഉപകാരം ചെയ്യോ? ചെയ്യാം. ഞാൻ പുറത്തു പോയി വരുന്നവരെ നിങ്ങളുടെ കാവലിരിക്കണം. ആ ബാ. അടുത്തയാൾ. ഞാൻ വരുന്നവരെ കാത്തിരിക്കണം. ഇരിക്കാം. വേഗം വരണേ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതുരെ പൂമഴയായി. പിന്നെ ഇതാരുടെ വരികളാണെന്നറിയാം? പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് ചങ്ങമ്പുഴ പാടിയിട്ടുള്ള. ബാബുവിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. രാധപക്കം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അയ്യോ, ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രം വന്നാണേ. അപ്പൊ വീട്ടിലാരാ? ചേട്ടൻ പഠിക്കണ്ട, അവിടെ ഒരു കളനും കയറില്ല. ചേട്ടനാ പോയ പെൺകുട്ടി കണ്ടോ? ഏത് പെൺകുട്ടി? ആ പെൺകുട്ടി. നീ എന്തിനാ ആവശ്യമില്ലാതെ പെമ്പിളാരാ നോക്കുന്നത്? പ്രായം അതല്ലേ ചേട്ടാ, പക്ഷെ കുട്ടിയെ കണ്ടപ്പോ എന്തോ ഒരു ബഹുമാനം തോന്നുന്നു. ചേട്ടൻ ആളൊന്ന് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളേജിൽ പോണ്ടേ? ഇനി അടുത്ത കൊല്ലം പോയാൽ മതി. എന്താ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എല്ലാ സബ്ജക്റ്റിനും ആസലായിട്ട് തോറ്റു. വേഗം കുളിച്ചോ. ഈ പാല് ആർ കുടിക്കാനാ? ചേച്ചിക്ക് കുടിക്കാൻ അമ്മ ഒഴിച്ചതായിരിക്കും. അതെന്താ ചേച്ചിക്ക് മാത്രം? നിനക്ക് വല്ലതും അറിയോ? കല്യാണം എന്ന് വെച്ചാൽ അതൊക്കെ വേണം. നമുക്ക് അടുത്ത് കുടിക്കാൻ. അമ്മ അറിഞ്ഞാ നമ്മളെ കൊല്ലും. അമ്മയുടെ വിചാരം നമ്മൾ വീട്ടിലേക്ക് ഉറങ്ങാൻ പോയിരിക്കാന്നാ. എന്നെ നമുക്കെടുത്ത് കുടിച്ചിട്ട് പോകാം. കുടിക്കുക. എനിക്ക് എനിക്ക് വേഗം വേഗം താ എനിക്ക്. എന്നാ ഈ മനം പോലെ മംഗല്യം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ നടന്നത്. കല്യാണാലോചനയായിട്ട് വരുന്ന ഒരുത്തനെയും പിടിക്കാതെ എത്ര കാലമാണ് ഇവളെന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് അറിയാമോ? ഇതൊക്കെ ഒരു യോഗമാണ് കാരിച്ചെന്നായത്. ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം മുൻവിധികൾ ഒന്നും നടക്കില്ല. അത് ശങ്കരനായരുടെ കല്യാണം തന്നെ അതിന് തെളിവല്ലേ? നമ്മുടെ ശങ്കരൻ നായരെ നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നത് ശരിയാ. ചേട്ടന് ഉറക്കം വരുന്നുണ്ടാവും. അവർക്ക് വല്ലതും സംസാരിക്കാൻ കാണില്ലേ? എവിടെ നമ്മുടെ അന്തർജനങ്ങള്? മോളെ, നിന്റെ കുട്ടികളെയൊന്നും ഇനി പാടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പെണ്ണാ. നല്ല അടക്കം ഒതുക്കമായിട്ടൊക്കെ കഴിയണേ. അവള് കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ, അല്ലേ രാധേ? ലക്ഷ്മിക്കുട്ടിയെ, മോളെ നമുക്ക് നാളെയും കാണാം. പോരെ ഭാരതി, നേരം വൈകിക്കണ്ട. എനിക്കൊന്ന് കുളങ്ങര പോണം. പോയിട്ട് വരട്ടെ മോളെ. ബാബു ഇന്ന് ഞങ്ങളുടെ കൂടെ പോര്, നമുക്ക് അവിടെ കിടന്നുറങ്ങാം. അത് ശരിയാ. ഇന്ന് ഇവരെ രണ്ടുപേരെ ഒറ്റയ്ക്കാക്കുന്നത് നല്ലത്. അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കായിരിക്കാം. അവ എനിക്കൊരല്പം ഒഴിഞ്ഞ സ്ഥലമാണ് ഇഷ്ടം. ഞാൻ ശങ്കരനായിട്ട് വീട്ടിൽ കിടന്നോളാം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വിരോധമില്ല. ഒരു കാര്യമുണ്ട്, അവിടെ നല്ല കാറ്റ് കിട്ടും. നല്ല കാറ്റ് കിട്ടും, പക്ഷെ ഭയങ്കര കൊതുവാ. വേണമെങ്കിൽ പോന്നോളൂ. കൊതുവൊന്നും ഇപ്പോഴില്ല. കൊതു ഉണ്ടായാൽ തന്നെ സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഒരു വിരോധമില്ല. പക്ഷേ ഈ മേശയും കസേരയൊക്കെ എടുത്ത് മാറ്റി ഒരു പായ വിരിച്ച് കൂടെ കിടക്കാവുന്നതേ ഉള്ളൂ. അവർക്കൊരു കൂട്ടുമായി. അത് വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം. മാത്രമല്ല, താനല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ഇന്നവരെ തനിച്ചു വിടണം. ഭാരതി, എന്നാ ഈ ടോർച്ച് പിടിച്ച് മുമ്പിൽ നടന്നോ. അപ്പൊ രാത്രി യാത്രയില്ല. പോട്ടെ വാ. അപ്പൊ ചേട്ടാ, ഞാൻ രാവിലെ എത്താം. ശരി മോളെ, പോയിട്ട് വരാം. ഓ, കൊച്ചുങ്ങൾ ഉറങ്ങി കാണും. വരൂ ലക്ഷ്മി.
എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഏയ്, എന്താ ഇത്? ആദ്യ രാത്രി എന്ന് പറയുമ്പോ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? എന്താ? ആദ്യം തന്നെ പാൽ നിറച്ച ഗ്ലാസുമായിട്ട് വേണം ഒരു നവവധു മണിയറിലേക്ക് വരാൻ. പെണ്ണിന്റെ വീട്ടിലാകുമ്പോ അമ്മായിയമ്മ ഇതൊക്കെ ചെയ്യിക്കാറുള്ളത്. ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ ആദ്യ രാത്രി ഇവിടെ ആക്കിയത്. അതുകൊണ്ട് ഞാൻ തന്നെ പാല് കാച്ചി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പോയി എടുത്തുകൊണ്ട് വന്നാൽ മതി. പാലവിടെ കാണാനില്ലല്ലോ. കാണാനില്ലെന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെ ഉണ്ടാവുന്നേ ഞാൻ വെച്ചതല്ലേ. ചിലപ്പോ ആ പിള്ളേരെടുത്ത് അടിച്ചു കാണും. ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അളിയന്മാരായി പോയില്ലേ. സാരല്ല, പാലൊന്നും വേണ്ടെന്നേ. അത് പറ്റില്ല. എനിക്ക് ഈ കാര്യത്തിൽ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഇത് കണ്ടോ അമൂൽ, തൽക്കാലം ഇത് കളിക്കാൻ മതി. നമ്മളല്ലേ അറിയൂ. പാല് എങ്ങനെയുണ്ട് ഈ അലങ്കാരങ്ങളൊക്കെ? എന്തിനാ ഇത്രയധികം പൂവൊക്കെ വാങ്ങിക്കെട്ടിയത്? എങ്കിലല്ലേ ആദ്യ രാത്രിക്ക് ഒരു സുഗന്ധം ഉണ്ടാവും. മുല്ലപ്പൂ കുറച്ചുകൂടെ സംഘടിപ്പിക്കണമെന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. സാരമില്ല. ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങൾ ആരാ പറഞ്ഞു ഇതിനകത്ത് വന്നിരിക്കാൻ? വിനയ, മോനെ വിനയ, വിനയൻ ഉറങ്ങിയോ? ആ, നമ്മുടെ കുട്ടികൾ ഇങ്ങ് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയാലോ എന്ന് ആലോചിക്കായിരുന്നു. വേണ്ട വേണ്ട, ഇങ്ങോട്ട് ഇറക്കി വിട്, ഞാൻ ഉറക്കിക്കോളാം. ഇവിടെ വാടാ, അവിടെ വാടാ, അവിടെ വാ, ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ വാടി, പാടി ഇവിടെ. എടാ ഇവിടെ വരാൻ. ആ ഇന്ന പിടി, വിളക്ക് പിടിക്ക്. ഇനിയും കാണണമല്ലോ. എടി കിടുങ്ങാമണി. 1 2 3 4 ഇനിയും കാണണമല്ലോ വിനയ. ആ കരയുന്നോ? കൊന്നുകളയും ഞാൻ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ വിനയ. കഥ കടച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. കുട്ടികളും ഞാനും കൂടി പൊയ്ക്കോളാം. നടക്കണം. നോക്കി നിൽക്കുന്നോ ഉറങ്ങാൻ കണ്ട സ്ഥലം. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതാ. ഏതായാലും നിന്റെ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്നെയൊക്കെ മേച്ചോണ്ട് നടക്കണല്ലേ, ചില്ലറ പാടൊന്നുമില്ല. ആയിരിക്കട്ടെ. നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം? ഒരു 5-6 ആയിക്കോട്ടെ അല്ലേ? പിന്നെ ആദ്യ രാത്രിയിലെ ഒരു പാട്ടൊക്കെ വേണ്ടല്ലേ? എനിക്കറിയില്ല പാടാൻ. അറിയാമെങ്കിലും ഇപ്പൊ പാടില്ലെന്ന് എനിക്കറിയാം. ഏതായാലും നമുക്ക് ആ ചടങ്ങ് എത്തിക്കണ്ട. ഇപ്പോഴേ രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അതെ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാട്ടെ. ഒന്ന് ഇറങ്ങി വരണം. ഞാൻ നോട്ടെ. ഇല്ലേ, നമ്മൾ എന്തോന്നാന്ന് വീട്ടിൽ വന്ന് പറഞ്ഞേ? ഒച്ചയും ബഹളവും കാരണം അയലോക്കത്തുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നല്ലേ?
ഞാൻ എന്റെ ഭാര്യയോട് ശാലം കൊച്ചു വർത്താനം പറഞ്ഞപ്പം അത് വലിയ ബുദ്ധിമുട്ടായി. നിങ്ങൾക്ക് ഇവിടെ പാതിരാത്രിക്ക് മൈക്ക് സെറ്റ് വെച്ച് പാട്ട് പാടാം അല്ലേ? ആ ഞങ്ങളോ കല്യാണം കഴിച്ചവരാ, പക്ഷെ ഞങ്ങളാരും ഇതുവരെ പാട്ട് വെച്ച് നിർണ്ണയിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ആ ആ പിന്നെ ഇത് സ്ഥിരമായിട്ടങ്ങ് വെച്ചു നടത്താനുള്ള പരിപാടിയാണെങ്കിലുണ്ടല്ലോ, ഞാൻ എന്റെ തെങ്ങ് മുഴുവൻ കോളാമ്പി വെച്ച് കെട്ടി നേരം വെളുക്കുന്നവരെ പാട്ട് വെക്കും. മനസ്സിലായോ? തെറിപ്പാട്ട്. ഒരു പുതുമണവാളം വന്നിരിക്കുന്നു. ഏയ്, നേരം എടുത്തറിഞ്ഞില്ലേ? ഇല്ല, കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് വെളുത്തുപോയതുപോലെ. അവിടെ ഇരുന്നേ. ഞാനൊരു സൂത്രം കാണിച്ചേട്ടെ. എന്താ? പറഞ്ഞേ കേൾക്കണം. എനിക്ക് എന്തായി കാണിച്ചേ? ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? പിന്നെ ഞാനിത് മൈതാനത്തുണ്ട് ജോയിൻ ചെയ്യാൻ പോകല്ലേ. ഇതേ നമുക്ക് രണ്ടുപേർക്കും മാത്രം കേൾക്കാനുള്ളതാ, ആദ്യ രാത്രിയുടെ ഓർമ്മയ്ക്ക്. നാണില്ലല്ലോ. എന്തിനാ? ആ, എനിക്ക് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം. ഒരു നോവല് വായിച്ചപ്പോഴാ. അന്നേ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു എന്റെ ആദ്യ രാത്രിയുടെ സംഭാഷണങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നു. എന്തിനാന്നറിയാം? എന്തിനാ? വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കിത് ഇട്ട് കേൾക്കാൻ. വർഷങ്ങൾ കഴിയുന്നപ്പോഴാ നീ ഒരു കിഴവിയും ഞാൻ ഒരു കിഴവനും ആവുമ്പോ അന്ന് നമ്മൾ രണ്ടുപേരും പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കും. നമ്മളെപ്പോഴാ വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നത്? വിനുവേട്ടന്റെ വീട്ടിലേക്ക്? എറണാകുളത്ത്? എറണാകുളത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വീട്ടിലറിഞ്ഞാ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അവര് വേറെ ഏതാണ്ട് പെണ്ണെ നോക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനും ബാബുവും കൂടെ സൂത്രത്തിൽ നമ്മുടെ കല്യാണം നടത്തിയല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞല്ലോ, ആര് കല്യാണം കഴിച്ചാലും വിനുവേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാണെന്ന്. അയ്യോ, അതൊക്കെ ബാബു തട്ടിവിടുന്നതല്ലേ. അവൻ എന്നെ പോലൊന്നും അല്ല. മുഖത്ത് നോക്കി കള്ളം പറയാൻ യാതൊരു മടിയില്ല. ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എനിക്ക് വിനുവേട്ടന്റെ വീട്ടിൽ പോണം. ഇടി പെണ്ണെ, നീ ഇങ്ങോട്ട് നോക്കി. ഇതല്ലേ നമ്മുടെ വീട്. നമുക്ക് കുറച്ച് കഴിയുമ്പം ആ പുഴയോരത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കൊച്ചു വീട് വെക്കണം. ഞാനില്ല അതിനൊന്നും. പിന്നെ എനിക്ക് വിനുവേട്ടന്റെ നാടാ ഇഷ്ടം. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. പോയിട്ട് പട്ടണത്തിലൊരു ജോലി വാങ്ങണം. എന്നിട്ട് നമുക്ക് അവിടെ കഴിയാം. നീ എന്താ ഈ പറയുന്നത്? ഭാരതത്തിന്റെ ആത്മാവ് എവിടാ നിനക്കറിയാം? എവിടെയായാലും ഈ നാട്ടുമ്പുറത്തുനിന്ന് പോണം നമുക്ക്.